പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ റൈസാണ്. മിൻറ്റ് റൈസ് എന്നാണ് അതിൻ്റെ പേര്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നും അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്താണെന്നും നമുക്ക് നോക്കാം. ഈ മിൻറ്റ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ. ആദ്യമായിട്ട് ഒരു 1.5 കപ്പ് ബിരിയാണി റൈസ് ഞാൻ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി ഒരു 15 മിനിറ്റ് കുതിർത്തിട്ട് വാരി വെച്ചതായത് 1.5 കപ്പ് ബിരിയാണി റൈസ്. പിന്നെ നമ്മളൊരു മിൻറ്റ് ചട്നി ഉണ്ടാക്കും. ആ മിൻറ്റ് ചട്നിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. 1 കപ്പ്, ഒരു ബഞ്ച് പുതിനയില എടുത്ത് അതിൻ്റെ പകുതി മല്ലിയില, പിന്നെ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത് അത്രയും തന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, ഇതൊരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ചട്നി അരയ്ക്കണം. ആദ്യം നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബിരിയാണി അരി അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു 1.5 കപ്പ് ബസ്മതി റൈസ് ഞാൻ കുതിർത്ത് വെച്ചതായത്. ഇനി നമുക്കൊന്ന് ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒരു ചെറുതായിട്ട് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഈ ബിരിയാണി റൈസ് വേവിക്കാനായിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുള്ളതുകൊണ്ട് 3 കപ്പ് വെള്ളം ഞാൻ അടുത്ത അടുപ്പിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബിരിയാണി റൈസ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുന്ന ഉടനെ ആ വെള്ളം ഒഴിച്ച് ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വറ്റിച്ചെടുക്കണം. കണ്ടോ, ബിരിയാണി അരി ഒരു ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടോ. അതിനകത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് അരിക്കൊക്കെ ഒരു ചെറിയ ഗ്ലേസിങ് ഒക്കെ ആയി. ഇനി നമുക്കിതിലേക്ക് ഈ തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കണം, ഉപ്പ് ആവശ്യത്തിനുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ എപ്പോഴും ഇത്തിരി മുമ്പോട്ട് നിൽക്കണം, എന്നാലേ ചോറ് വേകുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കാണുള്ളൂ. ഇത്തിരി ഉപ്പ് കൂടെ വേണം. ഉപ്പ് കൂടി പോകരുത്, വളരെ ശ്രദ്ധിച്ചോണം. നമ്മളിനി മിൻറ്റ് ചട്നി അരയ്ക്കുന്നുണ്ടെങ്കിൽ അതിനകത്തും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. ഇതുണ്ട്, നന്നായിട്ട് ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ച് കൊടുക്കാം. ഈ ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് വേവിക്കണം. നമ്മളൊരു മിൻറ്റ് റൈസ് അല്ലേ ഉണ്ടാക്കുന്നത്. ആ മിൻറ്റ് റൈസ് ഉണ്ടാക്കുന്നതിന് നമുക്കൊരു മിൻറ്റ് ചട്നി ഉണ്ടാക്കണം. ആ മിൻറ്റ് ചട്നി ഉണ്ടാക്കിയിട്ട് നമ്മൾ ചട്നി ഒന്ന് വഴറ്റി അതിലേക്ക് ഈ വേവിച്ച റൈസും കൂടെ ചേർത്ത് ഇളക്കിയാണ് നമ്മൾ മിൻറ്റ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ചട്നി പ്രിപ്പയർ ചെയ്യാം. 1 കപ്പ് പുതിനയില. ആ പുതിനയില നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് നമുക്ക് അതിലേക്ക് മല്ലിയിലയും കൂടി ഇടാം. അപ്പോൾ മല്ലിയില ഇടാനുള്ള സ്ഥലമൊക്കെ ആയി. ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം. ആദ്യം മിൻറ്റ് ചട്നി ഇട്ടപ്പോൾ നമുക്കിത് ഫുള്ളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഒന്ന് അടിച്ചിട്ടെടുത്തത്. ഇപ്പം മല്ലിയിലയും കൂടി ഇടാനുള്ള സ്ഥലം ഉണ്ടായി. ഞാൻ മല്ലിയില ഇട്ട് ഒന്നുകൂടെ അടിക്കാം. നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചത് കേട്ടോ. ഇനി ബാക്കിയുള്ള സാധനങ്ങളൂടെ ഇതിലേക്ക് ഇടാം. ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 കഷ്ണം വെളുത്തുള്ളി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും. ഉപ്പ് കുറച്ച് മതി, ചോറിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. അടുപ്പിലിരിക്കുന്ന ചോറിൻ്റെ കാര്യം മറക്കണ്ട, ഇടയ്ക്ക് നോക്കണം, വെള്ളമൊക്കെ വറ്റിയോ നോക്കണം. ഇത്തിരി വെള്ളം കൂടെ വറ്റാനുണ്ട്, തീരെ കുറച്ച്. അപ്പോൾ തീരെ കുറച്ചിട്ട് നമുക്ക് ഇത്തിരി നേരം ഉണ്ടാക്കാം. കണ്ടോ, ഇത്രയും നല്ല പേസ്റ്റായിട്ട് അരയണം. കണ്ടോ, ചോറ് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കണ്ടോ, നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. മാറ്റി ഇത്തിരി തുറന്ന് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിനകത്തിരുന്ന് കൂടുതൽ വെന്ത് പോകും. അപ്പോൾ നമ്മുടെ റൈസ് വെന്തു, ഗ്രീൻ ചട്നി റെഡിയായി.
ഇനി നമുക്ക് ഈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം മൂപ്പിക്കണം. സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്രീൻ ചട്നി ഇട്ട് വഴറ്റും. അതിലേക്ക് ചോറൂടെ ഇട്ടിട്ട് ഇളക്കിയെടുക്കും. പാൻ ചൂടായി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി. എൻ്റെ കറികൾക്കെല്ലാം പൊതുവെ ഞാൻ എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് രുചിക്കുറവൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു ബേ ലീഫ് മുറിച്ചത്, ഇത്രയൊന്ന് മൂപ്പിക്കണം. ബേ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴനയല്ല. ഇതെല്ലാം ഒന്ന് മൂത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതായത്, ഒരു സവാള അരിഞ്ഞതും ഒരു ചെറിയ പച്ചമുളക്, ഒരു 3 പച്ചമുളക് അരിഞ്ഞതും അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റാം. സവാളയ്ക്ക് മാത്രമുള്ള ഇത്തിരി ഉപ്പ്, വെറും കുറച്ച്. നമ്മുടെ എണ്ണ കുറച്ച് ഒഴിക്കുന്ന എണ്ണ ഇത്തിരി കൂടുതൽ നേരം വഴറ്റേണ്ടി വരും. അത് സാരമില്ല, എങ്കിലും എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി. സവാള വഴന്ന് വരാൻ താമസം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള വെന്ത് കിട്ടും. കുറച്ചുകൂടെ മൂക്കണം. ഒന്നുകൂടെ അടച്ചു വെക്കാം. സവാളയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചട്നി ഇട്ട് കൊടുക്കാം. ചട്നി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറണം. ചട്നി നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി നല്ല മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു റൈസാണ്. തലേന്ന് തന്നെ നമുക്ക് ഈ റൈസ് വേവിച്ച് വെക്കാം. ഈ മിൻറ്റ് ചട്നി അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് രാവിലെ ഇതുപോലെ വഴറ്റിയിട്ട് മിക്സ് ചെയ്ത് റേത്തയും ഇത്തിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാം, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ. മിൻറ്റ് ചട്നി ഒന്ന് വഴന്നിട്ടുണ്ട് കണ്ടോ. ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവായത് കണ്ടോ. അപ്പോൾ ഇത് വഴന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കിതിലേക്ക് റൈസ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ചു പോകും. മിൻറ്റ് ചട്നി റൈസിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആവണം. മിക്സ് ആയി കഴിയുമ്പോൾ നമ്മളെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ പുറത്ത് നട്ട്സ് ഇത്തിരി നെയ്ക്കകത്ത് വറുത്ത്, നെയ്ക്കകത്തോ എണ്ണയ്ക്കകത്തോ എന്തിനകത്ത് വേണമെങ്കിലും നട്ട്സ് കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ ഇത് റീത്തയും പപ്പടവും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. നല്ല പച്ച കളർ ഉള്ള റൈസ്. കഴിക്കാനും നല്ല രുചി തന്നെയാണ്. ഉപ്പൊക്കെ മതിയെന്ന് നോക്കാം. എല്ലാം പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നട്ട്സ് വറുത്തിടാം. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു തൈരും സവാളയും തക്കാളിയും ചേർത്ത ഒരു റേത്തയും ഇത്തിരി അച്ചാറും പപ്പടവും കൂടെ കൂട്ടി കഴിക്കാം. ടിഫിൻ ബോക്സിൽ കൊണ്ടുപോവുകയാണെങ്കിൽ റേത്തയും അച്ചാറും മാത്രം വെച്ചാലും മതി. കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഒക്കെ, കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒഴിച്ച് കൊടുക്കാം. നട്ട്സ് വറുക്കാൻ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് പോലും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എണ്ണയ്ക്കകത്ത് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക നല്ലത്. നിങ്ങൾ ഇത് റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ എണ്ണയിൽ വറുത്ത് വേണമെങ്കിൽ ഇടാം. ഞാനിന്ന് ഇത്തിരി നെയ്ക്കകത്താണ് വറുത്തതന്നേ ഉള്ളൂ. ഈ റൈസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും ഉണ്ടാക്കി നോക്കട്ടെ, അവരൂടെ കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റുള്ള, ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു റൈസല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നെ ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ വേറൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.